ഹായ് ഫ്രണ്ട്സ്, ഇപ്പോഴത്തെ ഉരുകണ വേനൽ ചൂട്ടിലൊന്ന് മനസമാധാനമായി ഉറങ്ങിയിട്ട് എത്ര ദിവസമായി കാണും. എന്നാലും ഒരു AC വാങ്ങി വെക്കാമെന്ന് വിചാരിച്ചാലോ, ACയുടെ ചിലവും അതിൻ്റെ പുറമെ തന്നെ കറണ്ട് ചാർജ് ഓർക്കുമ്പോഴേ പേടിയാവും. എന്നാൽ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പോക്കറ്റ് കാലിയാകാതെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഒരു കൂളർ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മുടെ ഈ കൂളർ കറണ്ട് ഇല്ലാത്തപ്പോഴും 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ അതിൽ പ്രവർത്തിക്കാൻ സാധിക്കും. പിന്നെ ഈ കൂളറിൽ നിന്നും കറണ്ട് അടിക്കുന്ന പേടിയേ വേണ്ട. 12 വോൾട്ട് DC-യിലാണ് ഈ കൂളർ വർക്ക് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് വേണ്ടത് 35 ലിറ്ററിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്യാനാണ് വേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതും 775 എന്ന മോഡൽ നമ്പറിലുള്ളതുമായ ഒരു DC മോട്ടറാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ മോട്ടറിൻ്റെ ഷാഫ്റ്റിൽ ഫിറ്റ് ചെയ്യാൻ സാധിക്കണേക്കൂട്ട് 5.75 ഇഞ്ചിൻ്റെ ഒരു ലീഫാണ്. നമ്മളെടുത്ത മോട്ടറിലേക്ക് ലീഫ് ഫിറ്റ് ചെയ്തെടുക്കാം. ക്യാനിൽ ഹോൾ ഇടാൻ വേണ്ടിയുള്ള മെഷർമെൻ്റൊക്കെ എടുക്കാൻ വേണ്ടി നമ്മളെടുത്ത ക്യാനിൻ്റെ ഒരു സൈഡിലായിട്ട് ലീഫിൻ്റെ വലിപ്പത്തിൽ ഒരു ഹോൾ ഇട്ടെടുക്കണം. റൗണ്ടിൽ ഹോൾ ഇടാൻ വേണ്ടി മാർക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ലീഫിൻ്റെ അതേ വലിപ്പത്തിലുള്ള സ്റ്റീൽ പാത്രം വെച്ചാണ് മാർക്ക് ചെയ്യുന്നത്. ക്യാനിൻ്റെ മുകളിലേക്ക് പാത്രം കറക്റ്റായിട്ട് വെച്ച ശേഷം മാർക്ക് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത ശേഷം നമുക്ക് ഹോൾ ഇട്ടെടുക്കാം. ഹോൾ ഇടാൻ വേണ്ടി ഞാൻ ചെയ്തത് ഡ്രില്ല് വെച്ച് ചെറിയ ചെറിയ ഹോൾ ഇട്ട ശേഷം ആ പീസ് എടുത്ത് കളയുകയാണ് ചെയ്തത്. നമ്മളെടുത്ത ക്യാൻ റബ്ബർ പാലിലേക്ക് ഒഴിക്കണ ആസിഡ് വരുന്ന ക്യാനായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് കട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടത്. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത ശേഷം അതിൻ്റെ എഡ്ജുകളൊക്കെ ഒരു ഫയൽ ഉപയോഗിച്ചൊന്ന് മിനുസപ്പെടുത്തിയെടുക്കാം. ഫ്രണ്ട്സ്, അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമ്മളിട്ട ഹോളിൻ്റെ അതേ വലുപ്പത്തിലുള്ള ഒരു മെറ്റലിൻ്റെ മെഷിൻ്റെ പീസാണ്. നമ്മളിട്ട ഹോളിനേക്കാളും കുറച്ചും കൂടെ വലിപ്പം കൂട്ടി കട്ട് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്തെടുക്കണം. മാർക്ക് ചെയ്ത ശേഷം നമ്മുടെ മെഷ് കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കട്ടർ ഉപയോഗിച്ചോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലത്തെ ചെറിയ 2 ഹിഞ്ചസ് വേണം. ഇത് നമ്മുടെ ക്യാൻ്റെ ടോപ്പിലായിട്ടൊരു ഡോർ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ ക്യാൻ്റെ ടോപ്പ് സൈഡിലായിട്ട് 34 സെൻറ്റിമീറ്റർ നീളത്തിലും 14 സെൻറ്റിമീറ്റർ വീതിയിലുമുള്ള ഒരു ഹോൾ ഇട്ടെടുക്കണം. ആദ്യം നമ്മുടെ 2 ഹിഞ്ചസ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി 14 സെൻറ്റിമീറ്റർ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഹിഞ്ചസ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഹോൾ ഇടാൻ വേണ്ടി മാർക്ക് ചെയ്തെടുക്കണം. മാർക്ക് ചെയ്ത ശേഷം റിവറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. മാർക്ക് ചെയ്ത ശേഷം 2 സൈഡിലും 4 ഹോളുകൾ വീതം ടോട്ടൽ 8 ഹോളുകൾ ഇട്ടെടുക്കണം. ഹോളുകൾ ഇട്ട ശേഷം കറക്റ്റായിട്ട് ഹിഞ്ചസ് വെച്ച് നമുക്ക് റിവറ്റ് ഉപയോഗിച്ച് ഫിറ്റ് ചെയ്തെടുക്കാം. 2 ഹിഞ്ചസും കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത ശേഷം നമുക്ക് ഡോറിൻ്റെ ബാക്കി 3 സൈഡുകളും കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഡോർ അടയ്ക്കുമ്പോൾ ഉള്ളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഡോറിൻ്റെ മുന്നിലായിട്ട് ഒരു ചെറിയ പീസ് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഫിറ്റ് ചെയ്തെടുക്കണം. ഇതും നമ്മുടെ ക്യാനിൽ നിന്നും കട്ട് ചെയ്തെടുത്ത പീസാണ്. അടുത്തതായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കണ കൂട്ട് ഫ്ലോർ മാറ്റ് നെറ്റ് പോലത്തെ ഒരു പീസ് വേണം. ഫ്രണ്ട്സ്, അടുത്തതായിട്ട് 3/4 ഇഞ്ച് PVC പൈപ്പിൻ്റെ 23 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള 6 പീസും 18 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള 1 പീസും പിന്നെ 10 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള 2 പീസുകളും വേണം. നമ്മളെടുത്ത എല്ലാ PVC പൈപ്പിലും 1 സെൻറ്റിമീറ്റർ വീതിയിൽ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മളെടുത്ത ഫ്ലോർ മാറ്റിൽ നിന്നും 24 സെൻറ്റിമീറ്റർ നീളത്തിലും 20 സെൻറ്റിമീറ്റർ വീതിയിലും 3 പീസുകളും 24 സെൻറ്റിമീറ്റർ നീളത്തിലും 10 സെൻറ്റിമീറ്റർ വീതിയിലും 6 പീസുകളും കട്ട് ചെയ്തെടുക്കണം. എടുത്തു വെച്ച PVC പൈപ്പിൽ നിന്നും 18 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള പൈപ്പിലും 10 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള 2 പൈപ്പിലും വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് ഹോളുകൾ ഇട്ട് കൊടുക്കണം. നമ്മുടെ ക്യാൻ്റെ ബാക്ക് സൈഡിൽ ഫിറ്റ് ചെയ്യാനുള്ള മെഷ് ആദ്യം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഫ്ലോർ മാറ്റിൽ നിന്നും കട്ട് ചെയ്ത് വെച്ച 3 പീസുകളാണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ ഫ്ലോർ മാറ്റ് 3 പീസ് എടുത്ത ശേഷം കട്ട് ചെയ്ത് വെച്ച PVC പൈപ്പ് അതിലേക്ക് കയറ്റിയെടുക്കാം 3 സൈഡിലായിട്ട്. വീഡിയോയിൽ കാണുന്ന പോലെ 3 സെറ്റ് മെഷും ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം. സെറ്റ് ചെയ്ത ശേഷം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഫ്ലക്സ് ക്വിക്ക് ഉപയോഗിച്ച് നമുക്ക് ഒട്ടിച്ചും എടുക്കാം. ഫ്രണ്ട്സ്, അടുത്തതായിട്ട് നമ്മുടെ കൂളറിൻ്റെ ഫാൻ്റെ ഗ്രില്ല് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മെറ്റലിൻ്റെ മെഷ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് അലുമിനിയത്തിൻ്റെ ചെറിയ പീസുകൾ കട്ട് ചെയ്തെടുക്കണം. നമ്മളെടുത്ത അലുമിനിയത്തിൻ്റെ പീസിൻ്റെ 2 സൈഡിലും ഓരോ ഹോളുകൾ ഇട്ടെടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ക്യാൻ്റെ ഫ്രണ്ടിലിട്ട ഹോളിലേക്ക് മെറ്റൽ മെഷ് നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ക്യാനിലേക്ക് മെഷ് ഫിറ്റ് ചെയ്യുന്നത് റിവറ്റ് ഉപയോഗിച്ചാണ്. റിവറ്റ് ടൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് അലുമിനിയത്തിൻ്റെ പീസ് ഹോൾ ഇട്ടെടുത്തിരിക്കുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ മെഷ് നല്ല ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്തെടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മെഷ് നല്ല അടിപൊളിയായിട്ട് ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ മോട്ടർ ക്യാനിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ മോട്ടറിലേക്ക് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാൻ വേണ്ടി GI പൈപ്പിൽ നിന്നും ഒരു ചെറിയ പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ മോട്ടറിലേക്ക് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാനുള്ള 2 ഹോളുകളും പിന്നെ മോട്ടറിൻ്റെ ഷാഫ്റ്റ് കയറാൻ പാകത്തിനുള്ള ഒരു ഹോളും ഇട്ടെടുത്ത ശേഷം വേണം കട്ട് ചെയ്തെടുക്കാൻ. ഹോളുകൾ ഇട്ട ശേഷം നമുക്ക് ആ പീസ് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസിൽ 3 കാലുകൾ പോലെ വെൽഡ് ചെയ്യാൻ പാകത്തിന് കുറച്ച് നീളത്തിൽ ഇട്ടിട്ടുണ്ട്.
അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 14 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള 1 ഇഞ്ചിൻ്റെ കനം കുറഞ്ഞ ഫ്ലാറ്റ് പീസുകളാണ്. ഈ 3 ഫ്ലാറ്റ് പീസുകൾ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച പീസിൻ്റെ 3 വശങ്ങളിലായിട്ട് വെച്ച് വെൽഡ് ചെയ്തെടുക്കണം. നമ്മൾ വെൽഡ് ചെയ്ത് വെച്ച 3 ഫ്ലാറ്റ് പീസുകളിലും 6 സെൻറ്റിമീറ്റർ നീളത്തിൽ 90 ഡിഗ്രിയിൽ ഒരു പീസ് വെൽഡ് ചെയ്ത് ഫിറ്റ് ചെയ്യണം. 90 ഡിഗ്രിയിൽ ഫിറ്റ് ചെയ്ത 3 പീസുകളുടെ മറ്റത്തായിട്ട് എൽ ഷേപ്പിൽ നെറ്റും ബോൾട്ടും ഇട്ട് ഫിറ്റ് ചെയ്യാൻ പാകത്തിന് ഒരു ഹോൾ ഇട്ട ചെറിയ പീസും കൂടെ വെൽഡ് ചെയ്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം ഫ്ലോർ മാറ്റിൽ സെറ്റ് ചെയ്തെടുത്ത 3 മെഷ് പീസുകൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി കന്നാസിൻ്റെ 3 വശങ്ങളിലായിട്ട് ഹോൾ ഇട്ടെടുക്കാൻ വേണ്ടി മാർക്ക് ചെയ്തെടുക്കാം. ആദ്യം നമ്മുടെ ക്യാൻ്റെ ബാക്ക് സൈഡിലായിട്ട് 18 സെൻറ്റിമീറ്റർ വീതിയിലും 23 സെൻറ്റിമീറ്റർ നീളത്തിലുമുള്ള ഒരു ഹോൾ ഇട്ടെടുക്കാം. അതിനുശേഷം നമ്മുടെ ക്യാൻ്റെ 2 സൈഡിലും 22 സെൻറ്റിമീറ്റർ നീളത്തിലും 8 സെൻറ്റിമീറ്റർ വീതിയിലും 2 ഹോളുകൾ ഇട്ടെടുക്കണം. ഈ 3 ഹോളുകളും ഇട്ട ശേഷം എഡ്ജുകളൊന്ന് പയ്യൊന്ന് മിനുക്കിയെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം നമുക്ക് ക്യാൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന മെഷ് സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ക്യാൻ്റെ ബാക്ക് സൈഡിലിട്ട ഹോളിലേക്ക് കറക്റ്റായിട്ട് മെഷ് വെച്ച ശേഷം നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാം. ബാക്ക് സൈഡിലുള്ള മെഷ് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത ശേഷം നമുക്ക് വശങ്ങളിലുള്ള 2 മെഷുകളും കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം നമ്മൾ മോട്ടർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ഫ്രെയിമിലേക്ക് നമ്മുടെ മോട്ടർ ഫിറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഫ്രെയിമിലേക്ക് മോട്ടർ കറക്റ്റായിട്ട് വെച്ച ശേഷം 2 സ്ക്രൂകൾ കറക്റ്റ് ഹോളിലിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കണം. മോട്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫ്രെയിം നമ്മൾ ക്യാനിലേക്ക് ഫിറ്റ് ചെയ്യുന്നത് നെറ്റും ബോൾട്ടും ഉപയോഗിച്ചാണ്. ഫ്രെയിം വെച്ച് കറക്റ്റ് മാർക്ക് ചെയ്ത ശേഷം നമുക്ക് ഹോളുകൾ ഇട്ടെടുക്കണം. നമ്മുടെ മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് നമ്മളെടുത്ത ലീഫും ഫിറ്റ് ചെയ്തെടുക്കണം. 3 ഹോളുകളും കറക്റ്റായിട്ട് ഇട്ട ശേഷം നമ്മുടെ ക്യാനിലേക്ക് മോട്ടർ ഫിറ്റ് ചെയ്ത ഫ്രെയിം കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തെടുക്കാം. നമ്മൾ നെറ്റും ബോൾട്ടും ഇട്ട് ഫിറ്റ് ചെയ്യുമ്പോൾ 2 വാഷ് കൂടി 2 സൈഡിലും ഇട്ട് കൊടുത്ത ശേഷം വേണം ഫിറ്റ് ചെയ്യാൻ. അതിനുശേഷം നമ്മുടെ ക്യാനൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം. നമ്മുടെ മോട്ടർ ഫിറ്റ് ചെയ്ത ഫ്രെയിമിലും പെയിൻ്റ് അടിച്ച ശേഷമാണ് ഫിറ്റ് ചെയ്തത്. നമ്മുടെ കൂളറിന് 2 സ്വിച്ചുകൾ വേണം. ഒന്ന് നമ്മുടെ കൂളിംഗ് ഫാൻ വർക്ക് ചെയ്യാനും ഒന്ന് നമ്മുടെ വാട്ടർ പമ്പ് വർക്ക് ചെയ്യാനും വേണ്ടി. ഫ്രണ്ട്സ്, അടുത്തതായിട്ട് നമുക്ക് വേണ്ട DC മോട്ടറിൻ്റെ ഒരു സ്പീഡ് കൺട്രോളാണ് നമ്മുടെ ഫാൻ്റെ സ്പീഡ് കൂട്ടിയും കുറച്ചും ഇടാൻ വേണ്ടി. നമ്മളെടുത്ത 2 സ്വിച്ചുകളിലും 2 വയറുകൾ വീതം ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അടുത്തതായിട്ട് വേണ്ടത് 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു വാട്ടർ പമ്പാണ്. ഇത് ബ്രഷ്ലെസ് മോട്ടറാണ് ഇതിലുള്ളത്. നമ്മുടെ ക്യാൻ്റെ ഫ്രണ്ട് സൈഡിൽ മുകളിലായിട്ട് 2 ഹോളുകൾ ഇട്ട് കൊടുക്കണം, 2 സ്വിച്ചുകളും ഫിറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി. നമ്മുടെ കൂളറിലേക്ക് പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടി DC ഫീമെയിൽ സോക്കറ്റ് വേണം. ഇതിൽ 2 വയറുകൾ നമ്മൾ സോൾഡർ ചെയ്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ സ്പീഡ് കൺട്രോളർ സെറ്റ് ചെയ്യുന്നത് ഫാൻ്റെ മോട്ടറിലേക്കാണ്. അപ്പോൾ ഫാൻ്റെ മോട്ടറിലേക്ക് കൊടുക്കാനുള്ള പോസിറ്റീവ് നെഗറ്റീവും എടുക്കുന്നത് സ്പീഡ് കൺട്രോളിൽ നിന്നാണ്. നമ്മുടെ DC ഫീമെയിൽ സോക്കറ്റിൽ നിന്ന് തന്നെ നെഗറ്റീവ് വയർ ഒരു വയർ കണക്ട് ചെയ്ത് നേരെ നമ്മുടെ വാട്ടർ പമ്പിൻ്റെ നെഗറ്റീവിലേക്കും ഒരു വയർ നേരെ കണക്ട് ചെയ്ത് നമ്മുടെ സ്പീഡ് കൺട്രോളിൻ്റെ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യണം. DC ഫീമെയിൽ സോക്കറ്റിൽ നിന്ന് തന്നെ പോസിറ്റീവ് വയർ 2 വയറായിട്ട് കണക്ട് ചെയ്തെടുക്കണം. അതിലൊരു പോസിറ്റീവ് വയർ എടുത്ത ശേഷം ഫാനിൻ്റെ സ്വിച്ച് കൂടെ കണക്ട് ചെയ്ത് സ്പീഡ് കൺട്രോളിൻ്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തെടുക്കണം. രണ്ടാമത്തെ പോസിറ്റീവ് വയർ എടുത്ത ശേഷം നമ്മുടെ വാട്ടർ പമ്പിൻ്റെ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്ത് വാട്ടർ പമ്പിൻ്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തെടുക്കണം. നമ്മൾ വയറുകൾ ജോയിൻ്റ് ചെയ്തെല്ലാം നന്നായിട്ട് ഇൻസുലേഷൻ ചെയ്തെടുക്കണം. ക്യാൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ സ്പീഡ് കൺട്രോളിൻ്റെ നോബ് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഹോളും ഇട്ട ശേഷം സ്പീഡ് കൺട്രോളിൽ ഉറപ്പിച്ചെടുക്കണം. നമ്മുടെ സ്പീഡ് കൺട്രോളിൽ നിന്ന് തന്നെ പോസിറ്റീവും നെഗറ്റീവ് വയറുകളും നമ്മുടെ മോട്ടറിൻ്റെ കറക്റ്റ് പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും സോൾഡർ ചെയ്ത് ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്ത ശേഷം നന്നായിട്ട് ഇൻസുലേഷൻ ചെയ്യണം. നമ്മുടെ വാട്ടർ പമ്പിൽ നിന്ന് കണക്ട് ചെയ്യാൻ പാകത്തിന് 1 മീറ്റർ നീളത്തിലുള്ള ഹോസ് വേണം. നമ്മുടെ വാട്ടർ പമ്പ് ക്യാനിലേക്ക് ഇറക്കി വെക്കുന്നതിന് മുമ്പായിട്ട് പോസിറ്റീവ് നെഗറ്റീവ് വയറും കറക്റ്റായിട്ട് കണക്ട് ചെയ്തെടുത്ത ശേഷം ഇൻസുലേഷൻ ചെയ്യണം. വാട്ടർ പമ്പിലേക്ക് ഹോസ് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് ടഫ്ലോൺ ടേപ്പ് ചുറ്റി കൊടുക്കണം, നല്ല ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടി. അതിനുശേഷം നമ്മുടെ വാട്ടർ പമ്പിലേക്ക് ഹോസ് ഫിറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ക്യാൻ്റെ ഉള്ളിലേക്ക് വാട്ടർ പമ്പ് കറക്റ്റായിട്ട് ഇറക്കി വെച്ച ശേഷം 3 മെഷിലേക്കും കറക്റ്റ് വെള്ളം ചാടാൻ പാകത്തിന് ഹോസിൽ ഹോൾ ഇട്ടെടുക്കണം. 3 സൈഡിലെ മെഷിലേക്കും കറക്റ്റായിട്ട് വെള്ളം ചാടാവുന്ന രീതിയിൽ ഹോൾ ഇട്ട ശേഷം നമ്മുടെ മെഷിൻ്റെ മോൾ സൈഡിലായിട്ട് നമ്മുടെ ഹോസ് ഫിറ്റ് ചെയ്തെടുക്കാം. ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കൂളറിൻ്റെ ഉള്ളിൽ ഒരു ബ്ലൂ കളർ LED ലൈറ്റും സെറ്റ് ചെയ്തായിരുന്നു. നമ്മുടെ കൂളറിൻ്റെ മുകളിലത്തെ ഡോർ നമുക്ക് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കൂളർ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി 12 വോൾട്ടിൻ്റെ ബാറ്ററി ഉണ്ടെങ്കിലും 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ ഉണ്ടെങ്കിലും വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും.
അപ്പോൾ നമ്മുടെ കൂളർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നമ്മുടെ കൂളറിലേക്ക് വാട്ടർ ഒഴിക്കാൻ വേണ്ടി ക്യാൻ്റെ മുകളിലുള്ള കവർ തുറന്ന ശേഷം അതുവഴിയാണ് നമ്മൾ വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ കൂളർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ നിന്നെടുത്ത് അത്യാവശ്യം നല്ല തണുപ്പുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ കൂളറിലേക്ക് വാട്ടർ ഒഴിക്കുമ്പോൾ വാട്ടർ പമ്പ് ഫുള്ളായിട്ട് മുങ്ങിയിരിക്കാവുന്ന രീതിയിൽ വേണം വാട്ടർ ഒഴിക്കാൻ. വാട്ടർ നമ്മൾ കറക്റ്റായിട്ട് ഒഴിച്ച ശേഷം നമ്മുടെ കൂളർ ഒന്ന് ഓണാക്കി നോക്കാം. നമ്മുടെ കൂളറിൻ്റെ ഫാൻ ഓണാക്കിയപ്പോൾ തന്നെ അടിപൊളി കാറ്റായിരുന്നു. കൂടെ നമ്മുടെ വാട്ടർ പമ്പ് കൂടെ ഓണാക്കിയപ്പോൾ കിട്ടിലും കാറ്റ്, നല്ല തണുപ്പ് മഞ്ഞുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലത്തെ ഒരു കൂളർ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ ഇനി എത്ര ചൂടാണെങ്കിലും സുഖമായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കും. കൂളർ ഉണ്ടാക്കുന്ന കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു. മിക്കതും തന്നെ AC കറണ്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഷോർട്ട് ആവുകയോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഇതിലാണെങ്കിൽ ആ പേടിയേ വേണ്ട, DC കറണ്ടിലായതുകൊണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കാതെ കേട്ടോ. അടുത്ത കിടിലം വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്.